അതിനുശേഷം തുടർച്ചയായിട്ട് അർ റഹ്മാനിർ റഹീം. അമുണ്ട് അലിഫ് ലാം റാ ഹാ മീം നൂൻ. ഇത്ര തൊണ്ടയുടെ 3 ഭാഗങ്ങൾ ഏതൊക്കെ? താഴ്ഭാഗം, അതുപോലെ മധ്യഭാഗം, മുകൾ ഭാഗം. ഇവിടെ ഏറ്റവും താഴ്ഭാഗത്തു നിന്ന് ഹ വരുമ്പോൾ ഇതിനകത്ത് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ മാത്രം ആ ഹിന്റെ വിഷയം ഹ പറയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫൈസാനി തിലാവ മസായിലിൻ്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ക്ലാസ് തുടങ്ങി 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. കാണാത്തവർ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിലുണ്ട്, തീർച്ചയായും കണ്ടിരിക്കണം. കാരണം ആ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ, എങ്ങനെയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതേണ്ടത്. വളരെ ചുരുങ്ങിയ രൂപത്തിൽ, പൂർണ്ണമായ രൂപത്തിൽ തന്നെ മാക്സിമം എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അതിൻ്റെ അക്ഷരങ്ങളും അതുപോലെ ആയത്തിൻ്റെ ഓതേണ്ട രൂപവും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. എല്ലാവരും ഓതി നോക്കണം, ഇൻഷാ അല്ലാഹ് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു ആയത്ത് മാത്രം. ഈ ആയത്ത് മുഴുവനായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യൂല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ക്ലാസ് വളരെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന ഒരു ക്ലാസ് അല്ല. വളരെ ചുരുങ്ങിയ രൂപത്തിൽ കുറഞ്ഞ ഭാഗങ്ങളിലൂടെ നമുക്ക് പഠിച്ചെടുക്കണം ഇൻഷാ അല്ലാഹ്. ഇതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ പഠിക്കാനാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തത് ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ദിവസം ഏതാ പറയുന്നതെന്ന് അറിയോ? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്നത് മാത്രം, അൽഹംദുലില്ലാ എന്നത് മാത്രമേ ഇന്ന് പറയുള്ളൂ ഇൻഷാ അല്ലാഹ്. എങ്ങനെയാണ് അൽഹംദുലില്ലാഹ് എന്ന് കൃത്യമായി ഉച്ചരിക്കേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് പഠിച്ചു നോക്കാം. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ദുആ ഇറക്കാൻ ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. പഠിക്കാം. ഇതിനകത്ത് അൽഹംദുലില്ലാഹ് യഥാർത്ഥത്തിൽ മൊത്തത്തിൽ കണക്ക് നോക്കിയാൽ 3 പദങ്ങളുണ്ട്. ഒരു അൽ എന്ന പദമുണ്ട്, ഹംദു എന്ന പദമുണ്ട്, ലില്ലാഹ് എന്നതിൽ 2 പദമായിട്ട് കൂട്ടാം. ഒന്നിച്ചായതുകൊണ്ട് ഞാൻ ഒറ്റ പദമാക്കിയതേ ഉള്ളൂ. അത് 2 പദമാണ്. ലി എന്നതും ഒന്ന്, അള്ളാഹ് എന്നത് വേറൊന്നാണ്. ടോട്ടൽ പറഞ്ഞാൽ ഏകദേശം 4 പദങ്ങളുടെ ഒരു കൂട്ടമാണ് അൽഹംദുലില്ലാ. നമ്മൾ വായിക്കുമ്പോൾ ഒറ്റ വാക്കാണ് അൽഹംദുലില്ലാ അല്ലേ? അങ്ങനെ വായിച്ചാൽ മതി. നിങ്ങൾ ഒറ്റ വാക്കായിട്ട് പഠിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. ഞാനൊന്ന് വിശദീകരിച്ച് പറഞ്ഞേ ഉള്ളൂ. ഈ അൽഹംദുലില്ലാ എന്ന് ഓതുമ്പോൾ അതിലെ അൽ ഇൽ ഇൽ അല്ലേ, അൽ അൽ അത് കേൾക്കണം, അൽ കേൾക്കണം. അതുപോലെ തന്നെ ഹംദുല ഹാ കേൾക്കണം, അതുപോലെ മീം കേൾക്കണം, ദാലും കേൾക്കണം ഇല്ലേ. അലിഫ് ലാം അതുപോലെ ഹാ മീം ദാൽ, ഈ 5 അക്ഷരങ്ങളും കേൾക്കണം. നമ്മൾ പലപ്പോഴും ഓതുമ്പോൾ ചില തെറ്റുകൾ വരാറുണ്ട്. ഏതൊക്കെയാണ് തെറ്റെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്ന്, എന്താ, അല്ലംദു എന്ന് ഓതാറുണ്ട്. ലാമിന് ഷദ്ദ് കൊടുത്ത് ഹാ കേൾക്കാതെ അല്ലംദു എന്ന് ചില ആളുകൾ അൽഹംദുലില്ലാ എന്ന് ഓതാറുണ്ട്. ചില ആളുകൾ അൽഹംദു ഒക്കെ ഓതും, പക്ഷെ ആ ഹാ കേൾക്കൂല, അൽഹംദു ആയിരിക്കും, അൽ ഹംദു ആയിപ്പോ, ഹാ ആകും. നമ്മൾ ബിസ്മില്ലാഹി പറഞ്ഞെടുത്ത ഹാ ഉണ്ടല്ലോ, അതായിപ്പോ. അത് തെറ്റാണ്. ചില ആളുകൾക്ക് അൽഹംദ് മീം കേൾക്കൂല, ആ മീമിന് പകരം നൂനായിരിക്കും കേൾക്കുക, അൽഹന്ദു എന്നായിപ്പോ, അൽഹന്ദു. ഇനി എൻ്റെ ചില ആൾക്ക് അവസാനത്തെ ദാലാണ് അക്ഷരം. ആ അക്ഷരം അതിനു പകരമായിട്ട് താ പറയുന്ന ആളുകളാണ്. താ ഏത് അൽഹംദു പറയും, അൽഹംദു അല്ലേ, അൽഹംദു. അങ്ങനെ പല കോലത്തിലും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉച്ചരിക്കേണ്ട. ഇങ്ങനെ ഈ പറഞ്ഞ കോലത്തിലൊക്കെ ഉച്ചരിച്ച ഒരാൾ മൊത്തം തെറ്റാണ്. അങ്ങനെ അല്ല ഉച്ചരിക്കേണ്ട. അൽ ഹംദു, അൽ ഹംദു, അൽ ഹംദു. അൽ ആ കേൾക്കണം തുടക്കത്തില്, ലാമ് കേൾക്കണം, ഹാ കേൾക്കണം, മീം കേൾക്കണം, ദാല് കേൾക്കണം. അൽഹംദു ഒന്ന് പറഞ്ഞേ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ. അൽഹംദു അൽഹംദു അൽ അൽ അതെല്ലാവർക്കും പറയാൻ കിട്ടും, അൽ പറയാൻ കിട്ടും. ശേഷമുള്ള ഹാ അത് ചേർന്ന് വരുമ്പോൾ ചിലപ്പോൾ എന്തായിപ്പോവും, ഹ ആയിപ്പോവും. ചിലർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, വഴങ്ങാത്തതുകൊണ്ട്. നമ്മൾ എന്താ പ്രശ്നമെന്നറിയോ, നമ്മൾ ചൊല്ലി പഠിക്കാത്തതുകൊണ്ടാണ്, നമ്മൾ ഈ പറഞ്ഞിങ്ങനെ ശീലിക്കാത്തതുകൊണ്ടാണ് ചില വാക്കുകൾ അല്ലേ. ഇപ്പം ചില വാക്കുകൾ നമ്മൾ സ്ഥിരമായി പറയുന്ന വാക്കാണെങ്കിൽ അത് പിഴച്ചു പോകില്ല. ഇപ്പം മലയാളത്തിലൊരു പദം പറഞ്ഞുകൊണ്ടിരുന്ന മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയും. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഈ പദം ചില ആളുകൾ പറയുമ്പോൾ അത് തെറ്റിപ്പോവും. പക്ഷെ എന്നാൽ എന്ത് ചെയ്യും, ചില ആളുകൾ സിമ്പിളായിട്ട് ഇത് പറയും. എന്തേ കാരണം, അത് കുറേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാവ് അതിനോട് അങ്ങ് വഴങ്ങും. ഇതെല്ലാവർക്കും എല്ലാ ഭാഷയിലും അങ്ങനെ തന്നെയാണ്. എല്ലാ ഭാഷയും ചർച്ച ചെയ്യുന്ന സംസാരിക്കുമ്പോൾ ഈ പ്രശ്നമുണ്ട്. ഈ മലയാളം കുറേ ടഫാണ് സംസാരിക്കാൻ അല്ലേ. മറ്റ് ഭാഷക്കാരെ സംബന്ധിച്ചിടത്തോളം മലയാളം സംസാരിക്കാൻ കുറച്ചൊരു പണിയുള്ള ഭാഷയാണ്. എന്നാൽ
മറ്റു ഭാഷകളും അതുപോലെ തന്നെയാണ്. അതിൻ്റേതായ പ്രയാസങ്ങൾ ആ ഭാഷകൾക്കും ഉണ്ട്. അറബി ഭാഷ സംസാരിക്കാൻ എളുപ്പമുള്ള ഭാഷയായി പലപ്പോഴും പറയപ്പെടാറുണ്ട്, ഇല്ലേ? സംസാരിക്കാൻ എളുപ്പമുള്ള, നാവിൽ വഴങ്ങുന്ന ഭാഷയായിട്ട്. അപ്പോൾ പിന്നെ ചില സംഗതികൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ആ അക്ഷരങ്ങളുടെ ഉച്ചാരണ ശുദ്ധിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായി സംസാരിക്കാൻ പറ്റുന്ന ഭാഷയാണ് അറബി ഭാഷ കേട്ടോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, പഠിക്കാൻ ഭാഗ്യം നൽകട്ടെ. കുറഞ്ഞ പക്ഷം ഖുർആൻ ഓതാനെങ്കിലും പഠിക്കണമല്ലോ. അപ്പോൾ ഇവിടെ പറയേണ്ടത് അൽ ഹ, അൽ ഹ എന്ന് പറയും. ഹ വരേണ്ടത് എവിടാ? ഹ നമ്മൾ റഹ്മാൻ പറഞ്ഞപ്പോൾ ആ ഹാഇൻ്റെ മഖ്റജ് പറഞ്ഞു. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ആര് വരേണ്ടത്? രണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഹ വരേണ്ടത്. നിങ്ങൾ ചിത്രം കാണുന്നുണ്ടാവും അല്ലേ? തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഹ വരേണ്ടത്. ഈ ഹ പറയുമ്പോൾ എന്തായി പോകാൻ പാടില്ല? ഹായായി പോകാൻ പാടില്ല, ഹായായി പോകാനും പാടില്ല. അതിന് ഇടയ്ക്ക് നിന്നാണ്. കാരണം ഇത് മുകളിലും താഴെ നിന്നാണ് ഈ മറ്റ് അക്ഷരങ്ങൾ വരുന്നത്. അപ്പം അൽഹംദു, അൽ ഹ, അൽ ഹ ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങൾ പറഞ്ഞാലേ അത് തിരിയുള്ളൂ. കേട്ടാൽ മനസ്സിലാവൂല. നമ്മൾ കേട്ടാൽ കേട്ടു എന്നല്ലാതെ അത് പറയാൻ കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യണം? കൂടെ പറയണം. അൽ ഹ പറഞ്ഞോ, അൽ ഹ. ഇനി അതിനുശേഷം മീമുണ്ട്. മീം എന്ത് ചെയ്യണം? നമ്മൾ അതും ബിസ്മി പറഞ്ഞപ്പോഴും റഹ്മാൻ പറഞ്ഞപ്പോഴും അപ്പം മീം ഉച്ചരിക്കുന്ന പറഞ്ഞു. മീം ഉച്ചരിക്കേണ്ട രൂപം പറഞ്ഞു, അതിൻ്റെ മഖ്റജ് പറഞ്ഞു, ചുണ്ടിൽ നിന്നാണ് പുറപ്പെടേണ്ടതെന്ന് പറഞ്ഞു. അത് വരണം, ചുണ്ട് പൂട്ടണം. അൽ ഹം, അൽ ഹം നിങ്ങൾ കാണുന്നുണ്ടാവും. അൽ ഹം നിങ്ങൾ എവിടുന്നാ വരുന്നത് എന്നും കാണുന്നുണ്ടാവും. അൽഹം അല്ലേ? അൽഹം ഇത്രയും പറയണം. പറഞ്ഞു ഓക്കെ. അൽഫാം എന്ന് പറയാൻ കിട്ടും. അൽഹം അതെന്ത് ചെയ്യണം? പറയണം അല്ലേ? അതും അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അൽഹം, അൽഫഹം എന്നാണ് അല്ലേ? ഈ പറഞ്ഞ് അൽഫാം ആയതാണ്. പോട്ടെ. അപ്പം അൽഹം ദു ശേഷമുള്ള അക്ഷരമാണ് ദു. അപ്പം ഈ ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ അവസാനം ദു വന്നു. ദാല്, ദാലിന് ദമ്മാണ്. മുകളിൽ വരച്ച് ചുറ്റി വളച്ചിടുന്ന തലക്കെട്ടുണ്ടല്ലോ ലാഹിന്, അല്ല ദാലിന്, അതിൻ്റെ പേരാണ് ദമ്മ് അല്ലേ? ആ ദമ്മ് ഇട്ടപ്പോൾ ദു എന്ന് വായിക്കാം. ദു അല്ലേ? നമ്മൾ മദ്രസയിൽ പോകുന്ന കുട്ടികൾ അലിഫിന് ഫത്തഹ് ഇട്ടാൽ ആ, അലിഫിന് കസ്ർ ഇട്ടാൽ ഈ, അലിഫിന് ദമ്മിട്ടാൽ ഉ, ഇങ്ങനെ പറയാനുണ്ട്. ദാലിന് ഫത്തഹ് ഇട്ടാൽ ദാ, ദാലിന് കസ്ർ ഇട്ടാൽ ദി, ദാലിന് ദമ്മിട്ടാൽ ദു. അപ്പോൾ അൽഹംദു. ദാൽ ഉച്ചരിക്കേണ്ടത് എവിടെ നിന്നാണ് ദാൽ വരേണ്ടത്? ദാലിൻ്റെ ഉച്ചാരണം നാവിൻ്റെ അറ്റം, നമ്മുടെ നാവിൻ്റെ അറ്റഭാഗം എവിടെ തട്ടണം? ആ പല്ലുണ്ടല്ലോ നമ്മുടെ മുൻപല്ല്, അത് മുളയ്ക്കുന്ന ആ ഭാഗത്ത് മുകളിലായിട്ട് എന്ത് ചെയ്യണം? ആ തെല്ലിൽ തട്ടണം. ദാൽ, ദാൽ. അവിടെ നിന്നാണ് താവും വരേണ്ടത്. താ ഉച്ചരിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് താ. ദാൽ വരേണ്ടതും അവിടെ നിന്നാണ്. ദാൽ, ദാൽ. അൽഹംദു, ദു, ദു അത് കേൾക്കണം. അവിടെ അൽഹംദു ആയി പോകാൻ പാടില്ല, അവിടെ അൽഹംദു ആയി പോകാൻ പാടില്ല. മീമും കേൾക്കണം. അൽഹംദു ഒന്ന് പറഞ്ഞു നോക്കി ഇൻഷാ അല്ലാ. അയ്യോ അൽഹംദുലില്ലാ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു ഉസ്താദെ എന്ന് ചിന്തിക്കേണ്ട. ഇതിങ്ങനെ അത് കൃത്യമായിട്ട് ഓതുമ്പോഴാണല്ലോ ഫാത്തിഹ കറക്റ്റ് ആകുക. നമുക്ക് ഫാത്തിഹ എങ്കിലും കുറഞ്ഞ പക്ഷം ഒന്ന് ക്ലിയർ ആക്കി വെക്കണ്ടേ? നമ്മുടെ ഈ ചാനൽ കൊണ്ടുള്ള മുഖ്യമായ ഉദ്ദേശം അത് തന്നെയാണ്. നമ്മുടെ ഫാത്തിഹ എങ്കിലും കുറഞ്ഞ പക്ഷം ശരിയാവണം. ബിസ്മി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനോട് ശരിയാക്കി ഇൻഷാ അല്ലാ. അത് കൃത്യമായി കേട്ടവർക്ക് അൽഹംദുലില്ലാ ഓതാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കുറേ ആളുകൾ അത് ഓതി എന്നുള്ള സന്തോഷം എനിക്ക് കേൾക്കണം ഇൻഷാ അല്ലാ. നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഓതി എന്നുള്ള സന്തോഷ വാർത്ത എന്നെ അറിയിക്കണം ഇൻഷാ അല്ലാ. അല്ലേ? എൻ്റെ നമ്പർ നമ്മുടെ ചാനലിൽ കൊടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ വാട്സാപ്പിൽ ഉസ്താദെ ഓതാൻ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ഓതി എന്നെ കേൾപ്പിച്ചാൽ എനിക്ക് വലിയ സന്തോഷമാണ്. നിങ്ങൾ എനിക്ക് വോയിസ് അയച്ചു തരും ഇൻഷാ അല്ലാ. നിങ്ങളൊന്ന് ബിസ്മി കൃത്യമായിട്ട് ഓതിയിട്ട് ഇൻഷാ അല്ലാ ഒന്ന് വോയിസ് അയച്ചു തരാം. ഇപ്പോൾ അൽഹംദു പറഞ്ഞത് ഒന്ന് പറഞ്ഞാൽ ഉസ്താദെ ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു വോയിസ് അയക്കാം, നമുക്ക് സന്തോഷമുള്ളത് കേൾക്കുന്നതിൽ. അൽഹംദു കൂട്ടത്തിൽ ലില്ലാഹ് അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ലില്ലാഹ്, ഈ ലില്ലാ ഞാൻ അധികം നീട്ടി പറയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബിസ്മില്ല പറഞ്ഞപ്പോൾ അള്ളാഹ് എന്ന പദത്തിൻ്റെ എന്ത് ചെയ്തു? വിശദീകരണം പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് കേൾക്കാൻ ഇൻഷാ അല്ലാ നമ്മുടെ ആദ്യത്തെ വീഡിയോ നോക്കിയാൽ അത് കാണാൻ കഴിയും. അപ്പോൾ ലില്ലാഹ് ഇത് തന്നെ അല്ലാഹ് എന്ന ഉച്ചാരണമാണ് വന്നത്. ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞെടുത്ത പോലെ തന്നെ അല്ലാഹ് എന്ന ഉച്ചാരണമാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. എന്ത്? ലാമിന് അതിന് മുമ്പുള്ള ലി എന്നുള്ളത് കസർ ആയതുകൊണ്ട്, അതായത് അള്ളാഹു എന്ന പദത്തിന് മുമ്പുള്ള അക്ഷരം കസർ ആയതുകൊണ്ട് അവിടെ അല്ലാഹ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. ബിസ്മി, മീ അവിടെ കസർ ആയതുകൊണ്ട്, ബിസ്മി എന്നുള്ളത് കസർ ആയതുകൊണ്ട് എന്ത് വന്നു? ശേഷമുള്ള അള്ളാഹു അല്ലാന്ന് വായിച്ചു. ബിസ്മില്ലാഹ് ഇവിടെ അത് തന്നെ. അൽഹംദു ലില്ലാഹ്, ലി ലില്ലാഹ്. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ അവസാനം ഹാ കേൾക്കണം. ലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മൾ ദിക്ർ ചൊല്ലാറുണ്ട്. എങ്ങനെ? അൽഹംദുലില്ലാ, 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 ഇങ്ങനെ തസ്ബീഹ് ഇങ്ങനെ മറിച്ചങ്ങോട്ട് ചൊല്ലും. യഥാർത്ഥത്തിൽ ആ ഒരൊറ്റ ദിക്ർ പോലും ശരിയായിട്ടുണ്ടാവില്ല. അതൊക്കെ മാറിയിട്ട് നമ്മുടെ ദിക്റിനൊക്കെ കൂലി കിട്ടണം ഇൻഷാ അല്ലാ. ചൊല്ലേണ്ടത് അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഫാത്തിഹയിലെ ബിസ്മി കഴിഞ്ഞു, ആദ്യത്തെ ആയത്തായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിലെ അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചു.
ഇൻഷാ അല്ലാഹ് റബ്ബിൽ ആലമീൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വീകരിക്കട്ടെ. നല്ല ഖുർആൻ ഓതുന്നവരിൽ നമ്മെ ചേർത്ത് തരുമാറാകട്ടെ. സാഹിബുൽ ഖുർആനായി നാളെ സ്വർഗ്ഗത്തിൽ ഖുർആൻ കൈപിടിച്ചു സാക്ഷി നിൽക്കുന്ന, ഖുർആൻ കൈപിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സാഹിബുൽ ഖുർആനീങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഇൻഷാ അല്ലാഹ്. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത ക്ലാസ്സിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ അത് ഉപകരിക്കും. അതുപോലെ തന്നെ ഈ ഖുർആൻ്റെ ക്ലാസ്സുകൾ മറ്റുള്ള നമ്മുടെ കുടുംബത്തിലേക്കും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം ആരെങ്കിലുമൊക്കെ നമ്മൾ ഈ പറയുന്ന അയച്ചു കൊടുക്കുന്നത് കേട്ടിട്ടൊന്ന് ഖുർആൻ പഠിച്ചാൽ അതിൻ്റെ കൂലി കൂടെ നമുക്ക് കിട്ടും. നമ്മൾ മരിച്ചു മണ്ണറയിൽ കിടന്നാലും അതിൻ്റെ കൂലി കിട്ടും. അള്ളാഹു അത്തരത്തിൽ സവാബുള്ള അമലുകൾ ചെയ്യാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ക്ലാസ് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഇൻഷാ അല്ലാഹ് കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. ആ സംശയങ്ങളൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് അത് നോക്കിയിട്ട് അതിൻ്റെ മറുപടി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരുന്നുണ്ടാവും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.